ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമനേയിയെ ചുറ്റിപ്പറ്റി ഏറെ ദുരൂഹതകൾ കനക്കുകയാണ്. അമേരിക്കൻ ചാര ഏജൻസിയായിട്ടുള്ള CIA-യും ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദും സംയുക്തമായി തന്നെ മുസ്തഫയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നുള്ള റിപ്പോർട്ടാണ് ബ്രിട്ടീഷ് പത്രമായ ദ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പരിക്ക് സംഭവിച്ച മുസ്തഫ പുതിയ പരമോന്നത നേതാവായി അധികാരമേറ്റത്. എന്നാൽ അതിനുശേഷം ഇന്നുവരെ കഴിഞ്ഞ 5 മാസക്കാലമായി അദ്ദേഹം ഒരു പൊതുവേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മുസ്തഫ എവിടെയെന്ന ചോദ്യം ഇതിനോടകം തന്നെ അലയടിക്കുന്നു. ശബ്ദ സന്ദേശം പോലും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും മുസ്തഫ സന്നിഹിതനായിരുന്നില്ല. ഇതുതന്നെയാണ് ഈ സംഭവത്തിൻ്റെ ദുരൂഹത ഏറെ വർദ്ധിപ്പിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാതെയാണ് മുസ്തഫ ഒളിവിൽ കഴിയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടെ ഇലക്ട്രോണിക് നിരീക്ഷണത്തിന് പകരം മനുഷ്യന്റെ ഇന്റലിജൻസിനെ ആശ്രയിക്കാൻ ചാര സംഘടനകൾ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. കൈയെഴുത്ത് സന്ദേശങ്ങൾ എത്തിക്കുന്ന കൊറിയർമാരെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ വിശ്വസ്ത വലയത്തിലേക്ക് നുഴഞ്ഞു കയറാനാണ് ഇപ്പോൾ ഈ ചാര സംഘടനകൾ ശ്രമിക്കുന്നത്. ഇറാന്റെ വിപ്ലവ ഗാർഡിലെ 2-3 പേർക്ക് മാത്രമേ മുസ്തഫയുടെ യഥാർത്ഥ സ്ഥാനം അറിയൂ എന്നാണ് സൂചനയുള്ളത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം പോലും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് ഉറപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രഥമ ലക്ഷ്യം. ഗാസയിലെ ബന്ദികളെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ലഭിച്ച പാഠം ഉൾക്കൊണ്ട് കേവലം ഒരു സാങ്കേതിക നിരീക്ഷണം മാത്രം പോരാ ഇവിടെയെന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിന്റെ ഉള്ളറകളിലേക്ക് നുഴഞ്ഞു കയറാൻ തന്നെയാണ് ഇപ്പോൾ മൊസാദും തീരുമാനിച്ചിരിക്കുന്നത്. മുൻ മൊസാദ് ഉദ്യോഗസ്ഥൻ ഇക്കാര്യം അഭിപ്രായപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒസാമ ബിൻ ലാദനെ കണ്ടെത്താൻ CIA ഉപയോഗിച്ച അതേ തന്ത്രം ഇപ്പോൾ പയറ്റുന്നുവെന്നാണ് വിലയിരുത്തലുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമെന്നത് മുസ്തഫ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അദ്ദേഹത്തിന്റെ മരണം IRGC മറച്ചുവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള വിലയിരുത്തലിലേക്കും രഹസ്യാന്വേഷണ ഏജൻസികൾ എത്തുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു, മുഖം വികൃതമായി, അതുപോലെ തന്നെ കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടമായി എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ പല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. എന്തിനേറെ പറയുന്നു, അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ഇക്കാര്യം അഭിപ്രായപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്തഫ കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ളൊരു അനുമാനത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ തന്നെ കടക്കുന്നുണ്ട്. അതിന് കൂടുതൽ തെളിവുകൾ സമാഹരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇറാന്റെ ഉന്നത നേതൃനിര ഓരോന്നായി ഇല്ലാതാകുന്നതിനിടയിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി മുസ്തഫ മാറിക്കൊണ്ടിരിക്കുന്നു. ജീവന് വേണ്ടിയുള്ള ഭീതിയിലാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് കഴിയുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.